ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനുള്ളത് ആറ്റുകാലിലാണ്. ആറ്റുകാല് പൊങ്കാലിന്റെ കാഴ്ചകളാണ് ഇപ്പൊ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ട്രിവാൻഡ്രത്ത് ഇന്നലെ വന്നതായിരുന്നു. അപ്പൊ ഈ ഒരു ആറ്റുകാൽ പൊങ്കാലന്റെ ഒരു വീഡിയോ നമ്മളെ ചാനലിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടും അത് നിങ്ങളെ കാണിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടായിട്ട് വന്നതാണ്. അപ്പൊ ഇന്ന് രാവിലെ വന്നപ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. ഈ ഒരു പൊങ്കാലക്കുള്ള ഈ ഒരു സെറ്റപ്പ്, അതായത് ഇവർ ഈ ഒരു ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്താ പറയുക, പൊങ്കാലയ്ക്ക് തിരി കൊടുക്കുന്ന കാഴ്ചകളാവും ഇനി അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക. അപ്പൊ രണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഫോളോ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇതിന്റെ അകത്തേക്ക് കയറാൻ പറ്റുമെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അങ്ങോട്ട് അലോഡ് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലേഡീസ് മാത്രമേ ഉള്ളൂ തോന്നുന്നു അതിന്റെ അകത്ത് കയറാം. പിന്നെ ഞാൻ അമ്പലത്തിന്റെ കുറച്ചിങ്ങോട്ട് വന്നിട്ട് നടന്ന ഇവിടുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി നടക്കാണ്ട് തോന്നുന്നു. ഇപ്പൊ വെയിലായിട്ടുണ്ട്, നല്ല വെയിലായിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട്. അപ്പോൾ നേരെ നമ്മൾ ഈ പൊങ്കാല കാഴ്ചകൾക്ക് പോകാം. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു അമ്പലത്തിന്റെ ഭാഗത്ത് എത്താനായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം കണ്ടിട്ടിട്ടാ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നാലേ കറക്റ്റ് അറിയുള്ളൂ. ഇവിടെ പാട്ടിട്ടായതുകൊണ്ട് ഒന്നും പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല, അതേപോലെ തന്നെ ഒന്നും ക്ലിയർ ആവുന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് കോപ്പിറൈറ്റ് വരുമോ എന്നൊരു സംശയമുണ്ട്. ഈ ഭാഗത്ത് വലിയ തിരക്ക് കാണുന്നില്ല. അപ്പൊ ഇനി കുറച്ചും കൂടി നടക്കാണ്ടാവും തോന്നുന്നു അമ്പലത്തിനെ കൊണ്ട്. ഈ ഒരു വഴിയിലും ഉണ്ട്, ഈ വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഉണ്ട് കേട്ടോ. എല്ലാ വഴിയിലും ഉണ്ട്. നമുക്ക് നേരെ പോയി നോക്കാം. ആ ഭാഗത്ത് നമുക്ക് കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. പിന്നെ മൊത്തത്തിലാണ് നടക്കാൻ സാധ്യത കുറവാണ്. ഇത് ഈ ഒരു തീ കൊടുക്കുന്ന സംഭവമാണ് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. മൊത്തത്തിൽ തീ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു വൈഭവമില്ല. അമ്പലത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നത് എല്ലാം കണ്ടിട്ട്. ഇവിടുത്തെ എല്ലാവരുടെ അടുത്തും പ്രസാദമൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ട് തോന്നുന്നു. ഇനി ഒരുപാട് നടക്കാനുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇവരിവിടെ ഈ ഒരു ഇതിന് തീ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ പൊങ്കാലയ്ക്ക് തീ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, അടുപ്പിന് തീ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞേ. അപ്പം അതൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏത് ടൈമിലും ഇങ്ങനെ പാട്ടിടുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഹായ്. അപ്പോൾ ഇത് എന്താ പറയാ, അവിടെ ഒരു ഹിന്ദിക്കാരെ ഏക്കാന്ന് എന്നോട് ഞാൻ എങ്ങനെ പോണ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഫുഡിന്റെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. മുമ്പായതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും. ഇനി അങ്ങോട്ട് കടക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ പോലീസ് നിൽക്കുന്നുണ്ട്. ഇതുപോലെ എങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്നറിയില്ല. ഏതൊരു ഭാഗത്ത് കാണാൻ തോന്നുന്നു. അങ്ങോട്ട് തന്നെ തോന്നുന്നു. ഇവിടെ ആളുകൾ കൂടുതൽ കാണുന്നു. കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഒരു കുഞ്ഞു ഭാഗമാണ്. അടിപൊളി. കുറേ നടക്കാണ്ട് കേട്ടോ. നടന്നൊരു വഴിക്കാവുണ്ട്. നല്ല ചൂടുണ്ട്. ഇനി 1 കിലോമീറ്റർ ഉണ്ട് എന്നാണ് ഒരു ഫോട്ടോഗ്രാഫർ നമ്മളോട് പറഞ്ഞത്. ഏതായാലും പോയി നോക്കാം. നമ്മൾ ഇതുവരെ വന്നിട്ട് കാണാതിരിക്കുന്ന മോശം. ഈ ഭാഗത്തൊക്കെ കുറച്ച് തിരക്ക് കുറവാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് തിരക്കുണ്ട്. പക്ഷെ ഈ സൈഡിലൊന്നും അങ്ങനെ പൊങ്കാലന്റെ ഈ ഒരു സെറ്റപ്പ് ഒന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ കച്ചവടക്കാരാണ് അധികം വരുന്നത്. ഇവിടെ നല്ല ഭംഗിയാക്കി കുട്ടികളെ വെട്ടി ഇറക്കിയത് നല്ല ഭംഗിയിലാണ്. ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് എന്തോ പരിപാടിയില്ല. അങ്ങോട്ടാണോ? അങ്ങോട്ടല്ല തോന്നുന്നു. അങ്ങോട്ടാണോ? ഇവിടെ ഉണ്ട് റൈസായിട്ട്. ഇങ്ങോട്ട് പോകാം. ഇവിടെ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു തോന്നുന്നു. കുട്ടികളൊക്കെ വേണ്ട. അത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. അതല്ല, ഇവിടെ പൊതുവെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ചെയ്യുന്നു. ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം, ഭക്തജനങ്ങൾക്ക് സ്വാഗതം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് പിന്നെ ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഈ അമ്പലത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം തുഞ്ചൻ സ്മാരകമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നമ്മളെ
തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. തുഞ്ച സ്മാരക സമിതി എരണാണി ഈ റൂട്ടിലാണ് പോകേണ്ടത്. ആണുങ്ങളൊക്കെ പോകണ്ട്, പോയി നോക്കാം. എല്ലാ ആൾക്കാരും ഇങ്ങനെ ക്യൂ നിന്ന് ഇടാൻ വേണ്ടി വിഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എന്തോ വേറെ എന്തോ ഒരു ഇതാണ്. ഹലോ, അടിപൊളി. ഇവരെല്ലാവരും രാവിലെ വന്നിരിക്കും. എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നില്ല ഈ സൈഡിലുള്ള ഇത് താലപ്പൊലി ഉണ്ടോ. ഈ ഒരു അമ്പലത്തിൽ ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പൊങ്കാലൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് ഈ ഒരു താലപ്പൊലിയായിട്ട്. കുട്ടികളൊക്കെ നന്നായിട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ എന്താ പറയുക വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ തന്നെ ഇനിയും നമുക്ക് കുറച്ചും കൂടിയാണ് നടക്കാണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ 9:45 ഈ ഒരു ഇതിന് തീ കൊളുത്തേണ്ടതെന്ന് പറഞ്ഞ് അടുപ്പിന് തീ കൊളുത്തേണ്ടത്. നന്നായിട്ട് മുന്നൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. അതേപോലെ തന്നെ 2:15 ഇതിൻ്റെ ഇത് ക്ലിയർ ആവുക, ഇത് സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആ കാര്യങ്ങളെല്ലാം. തൊട്ട് ബാക്കിൽ ആംബുലൻസ് വരുത്തിൻ്റെ ആറ്റുകാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ എല്ലാം പൊങ്കാലിടാനുള്ള ആളെല്ലാം റെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജഡ്ജിൻ്റെ വണ്ടിയുണ്ട്, ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇതാണ് അമ്പലം. അപ്പോൾ ഇതാ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട കുറേ ആൾക്കാരൊക്കെ ചിലപ്പം കാണാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ പൊങ്കാലയ്ക്ക് തീ കൊളുത്താനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാം. നമുക്ക് അവിടെ ആ ഭാഗത്ത് അങ്ങനെ ഇല്ലേ. പിന്നെ അമ്പലത്തിലാണ് കേട്ടോ. അമ്പലത്തിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ, ഒരുപാട് VIP ഒക്കെ ഉള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ആരും അലോഡില്ല. മഞ്ജു വാര്യർ, അതേപോലെ തന്നെ ചിപ്പി, അതേപോലെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് എല്ലാം അതിൻ്റെ അകത്തുണ്ട് എന്നാണ് നമ്മൾ ഇവിടുന്ന് ഒരു പോലീസുകാരനെ പരിചയപ്പെട്ട പുള്ളിക്കാരൻ പറഞ്ഞത്. അതുകൊണ്ടൊക്കെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ആരും കടത്തി വിടാത്തത്. അവരാ ഒരു സേഫ്റ്റി, അവരൊരു പ്രൈവസി നോക്കിയിട്ടാണെന്നാണ് തോന്നുന്നത്. പിന്നെ അതേപോലെ VIPs ഒരുപാടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഇതവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്ക് അലോഡില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് റിട്ടേൺ പോന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ പൊങ്കാല ഇടുന്ന ആൾക്കാരെ ഈ പൊങ്കാലൊക്കെ തിരി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ കുട്ടികളൊക്കെ ഈ ഡ്രസ്സ് ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത്. ഇത് മറ്റേ താലപ്പൊലിയില്ലേ, നമ്മളെ നാട്ടിലുള്ള ആ താലപ്പൊലിയല്ലേ, ഇത് വേറൊരു താലപ്പൊലി. അത് വിളക്കും ഇത് മാത്രം. ഈ ഒരു അടുപ്പിന് തീ കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. 9:45 തീ കൊളുത്താൻ പറഞ്ഞിട്ടുള്ളത്, അനൗൺസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനെല്ലാവരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും. ക്ഷീണിച്ചാ ഈ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഇതാ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം നല്ല ചൂടാണ്. ഇങ്ങനെ വിഷയറിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ചൂടിനെ കുറേയൊക്കെ തരണം ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇവരെല്ലാവരും ഈ താലപ്പൊലിയായിട്ട് വെയിറ്റ് ചെയ്യണ്ട. കുറേ കുട്ടികളും വലിയ വലിയ ആളുകളല്ലാണ്ട് നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്. അവിടെ നിന്നിട്ട് ഈ ഇതിന് തീ കൊളുത്തുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. അതാണ് കുറച്ച് നല്ലതെന്ന് തോന്നുന്നത്. അവിടെ ഒരുപാട് ആൾക്കാർ ഇന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കാം. ശ്രീ അവിട്ടം തിരുനാൾ ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ ഈ ഒരു അടുപ്പിന് തിരി കൊളുത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇതിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനൗൺസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനെല്ലാം തിരി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഒരു ചന്ദനത്തിരും എല്ലാം കത്തിച്ച് വെച്ച്, വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തിരി കൊടുക്കാൻ തുടങ്ങും. ക്ഷീണിച്ചാ സ്ത്രീകളെ ശബരിമല എന്ന് പറഞ്ഞിട്ടുള്ള ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാലയാണ് ഇപ്പോൾ നടക്കാൻ പോകണമായിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവർ ഇന്നലെയൊക്കെ വന്നിട്ടുള്ളവരും അതേപോലെ തന്നെ ഇന്ന് പുലർച്ചെ വന്ന് ഇതെല്ലാം സെറ്റ് ചെയ്തവരൊക്കെയാണ്. നല്ല വെയിലാണ്. വെയിലൊന്നും വക വെക്കാതെ ഇവരെല്ലാവരും ഇതവിടെ ഈ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ ഒരു പരിസരത്ത് നിന്നിട്ട് ഇതിന് വെയിറ്റ് ചെയ്യണവർ പ്രാർത്ഥനയാ നിർഭരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയിട്ടാണ്. ഇപ്പോൾ ഇതിങ്ങനെ തിരി കൊളുത്താൻ തുടങ്ങും. അപ്പോൾ ഒരുവിധം ടൈം ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ട് ചെരുപ്പ് വന്നിട്ടിട്ട് കയറാൻ പാടില്ല. അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഭയങ്കര ഭക്തിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്.
ഇവരെല്ലാരും ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കട്ടെ. റിസ്ക് എടുത്തൊക്കെ ഓരോന്നും ചെയ്യുന്നു. എന്താ പേര്? ഉഷ. എവിടെ വീട്? കൊട്ടാരക്കര. കൊട്ടാരക്കര. എത്രാമത്തെ പ്രാവശ്യമാണ്? എത്രാമത്തെ? ഒരു 10-20 വർഷം. 20 വർഷമായില്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല അനുഭവമാണ്. നമുക്ക് അമ്മയിലുള്ള വിശ്വാസമുണ്ട്. ഫാമിലി എല്ലാവരും കൂടി വന്നതാണോ? ആ, നാട്ടുകാര് ബന്ധുക്കള്. ബന്ധുക്കളായിട്ട് എല്ലാവരും ഇന്ന് വന്നാ? നല്ല ഞാൻ ചേച്ചി എന്താ ഉണ്ടാക്കുന്നത്? ഞാൻ പായസം, തെരളി, ഉണ്ട. ഉണ്ട. ഇതെങ്ങനെ ഉണ്ടാക്കുക? അത് മണ്ടപ്പുട്ടെന്ന് പറയും. മണ്ടപ്പുട്ടില്ലേ? മണ്ടപ്പുട്ട് എന്നാ പറയാ പറയുന്നത്. അതെ അതെ അതെ. ഇത്ര 3 കൂട്ടം 5 കൂട്ടം ഉണ്ടാക്കുന്ന 5 കൂട്ടം പായസവും തെരളി മണ്ടപ്പുട്ട്, അങ്ങനെ 3 ഐറ്റം. ചേച്ചി അതിനായിരുന്നു. ഞാനും അത് തന്നെ. എവിടെ വീട്? എവിടെ? ഞങ്ങളുടെ വീട് പട്ടാഴി. പട്ടാഴി പട്ടാഴി പത്തനാപുരം. പത്തനാപുരം. എനാർ പട്ടാഴി. ഗണേഷ് കുമാർ. അതെ അതെ. ഗണേഷ് കുമാറിന്റെ മണ്ഡലം. അടിപൊളി. ഇന്നാണോ വന്നത്? അല്ല, ഞങ്ങൾ ഇന്നലെ വെളുപ്പിലായിരുന്നു. ഇന്നലെ വന്നിട്ടുണ്ട്. ഇതാരാണ്? നിങ്ങളാരാ? ഞങ്ങൾ അയിലത്ത്. രണ്ടാളും കൂടി വന്നാ? ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ പോകുന്ന ഞങ്ങളുണ്ടോ? അതെ, നല്ല കമ്പനിയാണ്. ചങ്കളാണ് അല്ലേ? അടിപൊളി. എവിടെ അതാ വേണ്ടത്. അപ്പൊ നമ്മൾ ഈ ആറ്റുകാല പൊങ്കാലന്റെ ഈ പിരികൊഴുക്കുന്നു അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടുന്ന് ഇങ്ങനെ ഓരോരാളിങ്ങനെ ഇത് ചെയ്യുന്ന നമുക്ക് കാണാൻ പോകുന്നത്. അടിപൊളി അടിപൊളി അടിപൊളി. എല്ലാവരും അടിപൊളി അനൗൺസ്മെന്റും അതേപോലത്തെ അടിപൊളി കാഴ്ച കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്താ ചെയ്യാൻ പറ്റിയത് നല്ലൊരു കാര്യമായി തോന്നുന്നത്. എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ പോകായിട്ടൊന്ന് എല്ലാവരും ഭക്തിയോടെ ചെയ്യുന്നു. ആദ്യം വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോ സംഭവങ്ങളും ചെയ്യും. ഇനിയിപ്പോ അടുപ്പിൽ തീ കത്തിച്ചു. ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ ഒരു ആറ്റുകാല പൊങ്കാലയ്ക്ക് തുടക്കമായിട്ടുണ്ട്. അതായത് ഈ ഒരു അടുപ്പിനെല്ലാം തിരികൊളുത്തിട്ടുണ്ട്. ആ ഒരു കാഴ്ചയാണ് മൊത്തത്തിൽ പുകപടലായിട്ട് അടിപൊളി ഒരു കാഴ്ച. ഇനിയിപ്പോ ഈ ഒരു ട്രിവാൻഡ്രം സിറ്റി മൊത്തത്തിൽ ഇങ്ങനെ ഈ പുകഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ ദാ ചേച്ചിക്ക് ഈ അരിയൊക്കെ ഇടുന്നു. ചേച്ചി ചൂടായോ? ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞടുപ്പുണ്ട്, വലിയ അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. You're from New York. New York. How is it? It's really, there's so much powerful spiritual energy and feminine energy. It's really exciting to be able to witness it. The first time? No, I've been to India many times, but it's my first time in this festival. Okay, enjoy. Nice meeting you. Thank you. ഇവിടെ ഈ വീട്ടിന്റെ മുന്നിൽ എല്ലാവരും പോകേണ്ട ഒരു ഇതിലാണ്. എന്തെങ്കിലും എമർജൻസി ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ ഇവിടെ എല്ലാത്തിലും ഇങ്ങനെ പൊങ്കാല ഇങ്ങനെ അടുപ്പിലിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വഴിയിലും പൊങ്കാല അടുപ്പുകളൊക്കെ ഓണായിട്ടുണ്ട്. അതായത് പൊങ്കാല അടുപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ എന്താ പറയാ പുകയുടെ അടിപൊളി. ഇതിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചൂടായി കഴിഞ്ഞാല് ഇവിടെ മൊത്തത്തിൽ പുകയായിട്ടുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തിനു കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെ അടുപ്പില് അരി ഇടുന്നു. അതേപോലെ തന്നെ ഈ അടുപ്പിലല്ല, സോറി, ഈ ഒരു ഇതിന്
ചട്ടിയിലാണ് കേട്ടോ, ചട്ടിയിൽ അരി ഇടുന്നു, അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നും പോകാൻ വയ്യ, അവിടെ എല്ലാം പുകയായിട്ട് കാണാൻ പറ്റുന്നു. ഭയങ്കര ഭക്തിയോടെ ചെയ്യുന്നൊരു പരിപാടി. അടുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയോ സന്നദ്ധ പ്രവർത്തകരെയോ അറിയിക്കുവാൻ യാതൊരു മടിയും കാണിക്കരുത് എന്ന് വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുന്നു. പൊങ്കാലത്തിൽ യുവകേസരി സേവാ സമിതിയുടെ ഉത്സവ ആശംസകൾ. യുവകേസരിയുടെ കവാടങ്ങളിൽ കൂടി കടന്നു പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും യുവകേസരി സേവാ സമിതിയുടെ കണ്ണൊക്കെ എരിയാൻ തുടങ്ങിയിട്ടുണ്ട്, മൊത്തത്തിൽ പുകയായിട്ട് കാണുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായ ഉദ്യോഗസ്ഥരെയോ ഇതെല്ലാം ഒന്ന് വെന്ത് ഈ അരിയും ഇതെല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞാലാണ് ഈ പുകന്റെ അത് കുറച്ച് കുറേ ഉണ്ടാവുള്ളൂ തോന്നുന്നത്. കണ്ണ് എരിഞ്ഞിട്ട് ഒന്നും കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ആയി. എല്ലാരും കരഞ്ഞു പോയെന്ന് തോന്നുന്നു. പൊങ്കാലിടാൻ വന്നിട്ട് നിന്ന് കരയണം എല്ലാരും, പുകയായിട്ടാ തോന്നുന്നത്. അങ്ങോട്ടൊക്കെ ഉണ്ട്. ഏട്ടാ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീട്ടിന്റെ ഫ്രണ്ടിലുള്ള പോർച്ചിലാണ് കേട്ടോ മൊത്തത്തിൽ പൊങ്കാലിട്ട് വെച്ചിട്ടുള്ള. എല്ലാരും പുക ഒക്കെ കൊണ്ട് ഇങ്ങനെ അതൊക്കെ സഹിച്ചതായി നിൽക്കണേ. ഹായ് ചേച്ചി, എങ്ങനെയുണ്ട്? അതാ പൊന്തുന്ന്, അവിടെ പൊന്തുണ്ട്. ഇത് പൊന്തി ഇപ്രാവശ്യം ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ കയറി തിരിച്ചിറങ്ങിയിട്ടുണ്ട്. രാവിലെ അതെ. അറിയുന്ന വീടാണോ? കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ തന്നെയാണ്. അതെ. എവിടെ വീട്? കൊല്ലം. കൊല്ലത്ത്. ഇതിങ്ങനെ പൊന്തിയാ പോരാ? അതെ. ഇവിടെ വെച്ചിട്ടുള്ള ഓരോ അടുപ്പിലുള്ള ഈ ഒരു പായസം, അതേപോലെ തന്നെ ഈ അരി എല്ലാം വെന്ത് തൂകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടും ആളുകളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. സൈഡിലെല്ലാം ഒരുവിധം ചില ആ സൈഡിലുള്ളവരിതെല്ലാം ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇതാ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് വന്ന് ആവുന്നുണ്ട്. നല്ല എന്താ പറയുക, ഈ പുക ഉണ്ടായതുകൊണ്ട് ചേച്ചി ഇതാ കരഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഇതാ ഇത് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അടുപ്പിൽ. ഈ ഒരു പതങ്ങനെ പൊങ്ങി വരണ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അവർക്ക് എല്ലാവർക്കും. നമ്മളിതാ നേരെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വേറെ ഒരു വിറ്റ് എന്താ വെച്ചാൽ, ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വരുന്നതിൻ്റെ ഇടയിൽ ഒരു ഏട്ടനെ വിളിച്ചിരുന്നു. വേറെ ഒരു ഫ്രം പുള്ളി മലയാളിയാണ്. ഞാൻ വിചാരിച്ച് വേറെ ഏതോ ഒരു സ്ഥലത്തുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറയണേ, എന്നെ കണ്ടപ്പോൾ ഒമാനി പോലെ ഉണ്ട്, ഒമാനി തൊപ്പിയാണ് പുള്ളി അവിടെ ഇവിടെ ഉണ്ട് തന്നെ. ഹായ്, എങ്ങനെയുണ്ട് പൊങ്കാല? എങ്ങനെയുണ്ട്? അടിപൊളി. കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം മോശം, പൊങ്കാല അടിപൊളി അല്ലേ? ഓക്കെ ബൈ, സീ യു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറയണേ ഒമാനിയാണോന്ന്. അപ്പോൾ ഈ ഒരു ഇത് തൊപ്പിയും ഈ ഒരു കന്തൂറയും കണ്ടപ്പോൾ പുള്ളി വിചാരിച്ചാലേ ഞാൻ ഒമാനിയാണ്. സംസാരിച്ച് ഞാൻ മനസ്സിലായി ഞാൻ മലയാളിയാണെന്നുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഞാൻ നേരത്തെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അരിപ്പായസം Yeah. Where are you from? I am from Goa. Goa. Yes. How is it work? Yeah, this is your check. Yeah. How much? 100 rupees. 100. Okay. Okay, bye bye. Bye. See you. Let's vlogs. Yeah. Let's vlogs. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മെയിൻ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ജംഗ്ഷന്റെ പേരെന്താന്ന് വെച്ചാൽ
മാക്കോടോ അങ്ങനെ എന്തോ പറഞ്ഞാൽ എനിക്കെന്താണ് പറയുക. ഇത് രണ്ട് സൈഡിലും ഈ ഒരു പൊങ്കാല ഇട്ടിട്ട് ആ ഒരു ഇതിൽ നിൽക്കുന്ന ആ കാഴ്ചയാണ് കാണുന്നത്. അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഏതൊക്കെ ടീമുകൾ പൊങ്കാല ഒരുവിധം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ചേച്ചിമാരെ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട്. ഒരു ഡ്രസ് കോഡിലാണ് വന്നിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും സ്റ്റാഫുകളാണോ? നിങ്ങളെ ഡ്രസ് കോഡ് അടിപൊളിയാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഒരേ തരം ഡ്രസ്സ് ഇട്ടിട്ട് അതുണ്ട്. പൊങ്കാല റെഡിയായോ? റെഡി ആയിട്ടില്ലേ? കുറച്ചും കൂടി ഉണ്ട്. ഇതെന്താ കരയുന്നത്? ഇവിടുന്ന് ഇങ്ങനെയാണ് പോവാം. എല്ലാവരും ചൂടെടുത്ത് ടയർഡായി തോന്നിട്ടാ. ഇത് ഭക്ഷണത്തിനുള്ള ക്യൂ ഉണ്ട്. അത് ഫ്രീ ഭക്ഷണം ഉണ്ട് അവിടെ. ആ ഭക്ഷണം കൊടുക്കുന്നതാണ് അത്. അതെ, ഒരുവിധം എല്ലാ സ്ഥലത്തും ഫ്രീ ഫുഡ് ഉണ്ട് കേട്ടോ, വന്നവർക്കും അതേപോലെ തന്നെ ഇവിടെ എല്ലാ ആൾക്കാർക്കും എല്ലാം കൊടുക്കുന്നത്. നമ്മൾ പാത്രം വേണം തോന്നുന്നു, പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഞാൻ ഇന്നലെ ഞാൻ വൈകിട്ട് ഇവിടെ വന്നു നോക്കിയപ്പോൾ ഇവിടെ അത് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടേന്. പക്ഷെ നമുക്ക് എന്താ പറയാ, ഇതില്ലാത്തതുകൊണ്ട്, പാത്രം ഇല്ലാത്തതുകൊണ്ട് മേടിക്കാൻ പറ്റിയില്ല കേട്ടത്. നല്ല സാമ്പാറും ചോറും പിന്നെ അവിയല്, അച്ചാറ്, സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇത് നല്ലൊരു കാര്യം തന്നെ. ഒരുപാട് ആൾക്കാർ എന്താ പറയുക, ഇവിടെ ഹോട്ടലെല്ലാം ബ്ലോക്ക് അല്ലേ, എല്ലാം ക്ലോസ് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇത് ഭക്ഷണം കൊടുക്കുന്നതായതുകൊണ്ട് ഇവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന ഓരോരോ കുട്ടികൾ, പൊങ്കാല, ഭക്തജനങ്ങൾക്ക് സൗകര്യം, മാടുന്ന കോവിൽ നട പൗരസമിതി അവരാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് അത് ഓരോ ഭാഗത്ത് അങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടോ, ആ ഭാഗത്തൊക്കെ ഉണ്ട്. എനിക്ക് ഈ ഒരു ജംഗ്ഷൻ എത്തിയപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനായി. ഇങ്ങോട്ടൊരു ഇതുണ്ട്, ഈ വഴിയിലാണോ വന്നതെന്ന് അറിയാം. നമ്മൾ ബസ് വന്ന് ഇറങ്ങിയ സ്ഥലം അങ്ങോട്ടാണെന്ന് തോന്നുന്നത്. അതേപോലെ നമ്മൾ നേരെ വന്നത് ഇങ്ങോട്ട് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഏതായാലും നോക്കാം, കുറച്ചും കൂടി അത് നടന്നു കഴിഞ്ഞാൽ ഒരുവിധം മനസ്സിലാവാൻ സാധ്യത ഉണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകട്ടെ. ഇവിടെയൊക്കെ ഒരുവിധം എന്താ പറയുക, ഈ ഒരു ഇതെല്ലാം വന്നിട്ടുണ്ട്, പായസെല്ലാം വന്നിട്ടുണ്ട്, ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഇതില്ലേ, ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇട്ട്. ഇതിന്റെ പേരെന്തിനാ വെച്ചാൽ തെരളിയപ്പം. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സംഭവം. അപ്പോ അതും അതേപോലെ തന്നെ പായസമാണ് ഇവർ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നതായിട്ടാ. അതും അരിപ്പായസമാണ് ചെയ്യുന്നത്. അത് ചേച്ചിയുടെ പഴം ഇതിലിടാൻ പോകുന്നത്. അരിപ്പായസല്ല, പായസം. ഇതെന്താ വെള്ളപ്പായസം. ഇതിൽ കാണോ പഴം? ഇതിൽ കാണോ? പഴം ഇടുന്ന ഇതിലാണ്. ആ, ഇത് വെള്ളപ്പായസം, ഇത് അരിപ്പായസം. വെള്ളപ്പായസം എന്ന് പറഞ്ഞാൽ അരി തന്നെയാണ് അല്ലേ? ഇത് ശർക്കര പായസം. ഒരു വിധം റെഡി ആയി തോന്നില്ല. സെറ്റായോ? പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഞാനോ പമ്പിന്റെ മുൻവശത്ത് അന്നദാനം ആരംഭിച്ചിരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും അവിടെ നിന്ന് ഇതിന്റെ അടിയിൽ പെട്ടു. അവിടുത്തെ അന്നദാനം അപ്പുറത്തേക്ക് പോകാന്നാ തോന്നുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാൻ. ഇങ്ങനെ റോഡിന്റെ രണ്ട് സൈഡിലും അതേപോലെ തന്നെ റോഡിന്റെ സെന്ററിലും ഒക്കെ ആയിട്ടാണ് ഇവര് ഈ ഒരു പായസം വെച്ച് കൊടുക്കുന്നത്. പായസം ഈ ഒരു സംഭവം നടത്തുന്നതായിട്ടാ. അത് അവിടെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോമ്പുണ്ടായതുകൊണ്ട് ഏതായാലും കഴിക്കുന്നില്ല. അവിടെ സംഭവം സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ കൂടെ അപ്പുറത്ത് കൂടെ ആയി. ചേച്ചി ഒന്നാണ് പോണ്ടേ, അവരെല്ലാരും സോറി. ഇവിടെ അതേപോലെ തന്നെ ഈ വഴിയിൽ ഈ റോഡിന്റെ സെന്ററിലാണ് ഇവിടെ എടുത്തത്. നമുക്ക് അങ്ങോട്ട് പോകാം. ആളുകൾ എടുത്തിട്ടില്ല. അവിടെയൊക്കെ നല്ല ക്രൗഡാണ്. ഇവിടെ അന്നദാനമായി കൊടുക്കുന്നത് ഫ്രൈഡ് റൈസ് ആണ്. ഒരുപാട് സംഭവങ്ങൾ നോമ്പായതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അതേപോലെ അച്ചമ്പറുണ്ട്, ഉള്ളിയുണ്ട്, അച്ചാറുണ്ട്, പാത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ടോ. ഇങ്ങോട്ട് വരുന്നവര് പാത്രം കഴിച്ച് വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കാനും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്പേസുകളുണ്ട്. അസ്സലാമലൈക്കും. നമ്മളെ പോലെ പൊങ്കല് കാണാൻ വേണ്ടി വന്നിട്ടുള്ള രണ്ടാൾക്കാരും. എവിടെ വീട് ബ്രോ? പനവൂര്, അണ്ടൂർക്കോടോ. എന്താ പേര്? അബ്ദുള്ള. ദർസില പഠിക്കുന്നു. എങ്ങനെയുണ്ട് പൊങ്കല്? ഇപ്പൊ കാണാനുണ്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും ഭയങ്കര ഒരു സംഭവമായിരുന്നു. അപ്പൊ കാണാം. കേരള എന്നുള്ള ഈ ഒരു സ്ഥാപനം കേരള ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്. അതിൻ്റെ അകത്തും ഇതേപോലെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ
ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് ഈ ഒരു ജംഗ്ഷൻ എത്തിയപ്പം അങ്ങനെ ഒരുപാട് മൊത്തമാണ് ബ്ലോക്കായി ഈ ഒരു ഭാഗത്തേക്ക്. ഇവിടത്തൊക്കെ പായസം അതേപോലെ തന്നെ ഈ ഒരു സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്. സെൻട്രൽ ഹൈസ്കൂള് കുളങ്ങര അതിൻ്റെ അകത്തുണ്ട്. അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രീ ഫുഡാണ്. ഇവിടെ ഫുഡ് നല്ല സെർവ് ചെയ്യുന്നുണ്ട് ഓരോ കമ്പനികളും, അതേപോലെ തന്നെ ഓരോ സ്ഥാപനങ്ങൾ, ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി അങ്ങനത്തെ സ്ഥാപനങ്ങളെല്ലാം ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥാപനം ഉണ്ടല്ലോ, ഇവര് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവര് നല്ല കവറൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ വന്നവർക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ കവർ പൊട്ടിയതും കവറില്ലാത്തവർക്കൊക്കെ നല്ല ഉപകാരമാണ്. നല്ല കവറാണ്, നല്ല ക്വാളിറ്റിയുള്ള കവറ്. നമുക്കും ഒരെണ്ണം തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറേ സ്ഥാപനങ്ങൾ തൊപ്പി കൊടുക്കുന്നുണ്ട്, ക്യാപ്പ്. ഇവിടെ നല്ല ചൂടല്ലേ, അപ്പോൾ അതിന് നല്ലതാണ്. ഇതും അതേപോലെ ഫുഡിന് വെയിറ്റ് ചെയ്യുന്ന കേട്ടോ, അതിനാ ക്യൂ നിൽക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ നടന്നത് ഈ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ സൈഡിലും ഈ സൈഡിലും മൊത്തത്തിൽ ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളി കാഴ്ച. മൊത്തം പുകയായിട്ട് നമുക്ക് കണ്ണ് ശരിക്കും തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരുവിധം എല്ലാവരും ഈ പൊങ്കാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുഡെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ സൈഡിലാണ് ഫുഡ് കൊടുക്കാനുള്ള ക്യൂ നിൽക്കുന്നത് കേട്ടോ. ഇതിന്റെ ആ റോഡ് ഇതാ, ആ റോഡിൽ മൊത്തത്തിൽ പുകയാണ് അങ്ങോട്ട്. പിന്നെ അതേപോലെ ഇതാ ഈ റോഡിലാണ് നമ്മൾ വന്നിട്ടുണ്ട്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം വരുന്നത് കേട്ടോ. അങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ നിൽക്കാൻ വയ്യപ്പോ പോകുന്നുണ്ട്. ഇവര് ചൂടും പുകയൊക്കെ കൊണ്ടിട്ട് മൊത്തത്തിൽ ക്ഷീണിച്ചും തോന്നുന്നു. ചൂടും പുകയൊക്കെ കൊണ്ടിട്ട് ക്ഷീണിച്ചോ? ചെറുതായിട്ട് ക്ഷീണം പറ്റിയിട്ടുണ്ട് അല്ലേ? നല്ല ചൂടുണ്ട്, നല്ല പുകയുണ്ട്. ഇതെന്തോ സാധനം? തെരളി വെന്തിട്ടില്ല അല്ലേ? ആവുന്നുള്ളൂ. ഓക്കെ, പെട്ടെന്നാവട്ടെ. ചൂടും വെയിലും ഒന്നും ഒരു പ്രശ്നമില്ല എന്നാ പറയുന്നത്. അതാ വേണ്ടത്. നമ്മൾ ആ ഒരു ഇതിൽ വന്നതല്ലേ. അതാ അവിടെ അല്ല തെരളി ഇങ്ങനെ വെന്ത് അവര് എടുക്കാൻ തുടങ്ങിയിട്ടില്ല. തെരളില്ലേ? ഇവിടെ തന്നെയാണോ വീട്? വീട് ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരത്തേര. യൂട്യൂബാണ്. ഈ ചേച്ചി മലപ്പുറത്ത് ചേച്ചിയാണ് കേട്ടോ. മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കല്യാണം കഴിച്ചു വിടുന്നതാണ്. ചേച്ചി എത്രാമത്തെ പ്രാവശ്യം ഇടുന്നത്? എത്രാമത്തെ പ്രാവശ്യം പൊങ്കാല ഇടുന്നത്? 17 വർഷമായില്ലേ? അടിപൊളി. ഈ ചേച്ചിയോ? 30 വർഷമായിട്ട്. ചേച്ചിന്റെ ചിരിയാണോ അടിപൊളിയാട്ടാ. ചിരി കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നതന്നെ. കാണാട്ടാ, കണ്ടതിൽ സന്തോഷം. ബൈ. നടന്ന് നമ്മൾ നേരത്തെ രാവിലെ വന്ന അതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതായത് നമ്മളെ ഗാന്ധി പാർക്കില്ലേ, ഗാന്ധി പാർക്കിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ ഇതിൽ കൂടാണ് നടന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇത്ര തിരക്കൊന്നുമില്ല. ഇനിയിപ്പോൾ നല്ല തിരക്കായിട്ട്. അതേപോലെ തൊട്ട ഫ്രണ്ടിൽ തന്നെയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ചേച്ചി കാര്യമായിട്ട് കുഴക്കുന്നു, കുഴച്ചിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഹായ് ഹായ്. മിന്നിക്കുന്നല്ല, കളർ അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. സെറ്റ്. അപ്പൊ നമ്മളിത് നേരത്തെ അങ്ങോട്ട് വന്ന ആ ഭാഗത്തേക്ക് തന്നെ കുറച്ചും കൂടി ആണ് നടന്നു കഴിഞ്ഞാൽ നല്ല ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെയൊക്കെ നല്ല തിരക്കുണ്ട് തോന്നുന്നു. ഇവിടെ വെള്ളം കൊടുക്കുന്നുണ്ട്. ഹായ്. ഹലോ. ഹൗ ആർ യു? വേർ ആർ യു ഫ്രം? യു ഫ്രം? Maharashtra. മഹാരാഷ്ട്രക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, മഹാരാഷ്ട്രയിലുള്ള ചങ്ക്. എന്താ പേര്? യുവർ നെയിം? അഭിജിത്തും ഫ്രണ്ട്സുകളും എല്ലാം മഹാരാഷ്ട്രയിൽ നിന്ന് വന്നാണ്. ഫസ്റ്റ് ടൈം? മലയാളം മലയാളം അറിയട്ടോ. എനിക്ക് ഇന്നെക്കാട്ടി മലയാളം അറിയില്ല. അടിപൊളി. കണ്ടില്ലേ, ഫുഡിന് ക്യൂ നിൽക്കുന്നതാണ്. ഈ ഒരു ഭാഗത്ത് ഫുഡിന് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പുറത്തൊന്നും വലിയ തിരക്കില്ല. അവിടെ തിരക്കില്ലേ ചേച്ചി? അവിടെ അപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ ഫുഡ്. ചോറ്, നെയ്ച്ചോറ്, ചപ്പാത്തി അപ്പുറമുണ്ട്. അപ്പോ ഇവിടെ ഈ ഭാഗത്ത് കണ്ട ഫുഡിന് നിൽക്കുന്ന ക്യൂ ആണ്. അത് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തൂലെന്ന് തോന്നുന്നു. അത്രമാതിരി ക്യൂ ഉണ്ട് കേട്ടോ. തൊട്ട ബാക്കിൽ കാണുന്നത് ഭക്ഷണത്തിനുള്ള ക്യൂ ഉണ്ട് കേട്ടോ. ഓരോ സ്ഥലത്ത് ഇത് ചുമട്ടുതൊഴിലാളികളെ അന്നദാനം കേട്ടോ. ആറ്റുകാലം പ്രണാമം എന്ന് പറഞ്ഞിട്ട് അവരാണ് കൊടുക്കുന്നത്. ഈ ഒരു കൊടുക്കുന്നത് ചുമട്ടുതൊഴിലാളികളാണ്. ഓരോ ടീമും ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെ കേട്ടോ. ഫുഡ്, വെള്ളം, തൊപ്പി
അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ ലോങ് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ, അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു ഉപകാരമുണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ കച്ചവടക്കാരുണ്ടല്ലോ, അവരൊന്നും ഇവിടെ ഹോട്ടലിൽ ഒരു ഷോപ്പുകളും അങ്ങനെ തുറന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഇതൊക്കെ ഉണ്ടാകുമ്പോൾ, ഇങ്ങനത്തെ ഒരു ഉത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നത്, ഉത്സവം അതേപോലെ നേർച്ചക്കൊക്കെ അതേമാതിരി എല്ലായിടത്തും കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ പരിപാടിക്ക് ഞാൻ അങ്ങനെ എന്താ പറയാ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കിതൊരു പുതിയൊരു എക്സ്പീരിയൻസുമാണ്, പുതിയൊരു കാഴ്ച, ഒരു അനുഭവമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അടിപൊളിയാണ് സംഭവം. പിന്നെ ഈ ഫുഡ് കൊടുക്കുന്നതും പിന്നെ ഇവരെല്ലാവരും നല്ല സഹകരണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇപ്പോൾ ഒരാൾ ഇതാ ഫുഡ് ഉണ്ടാക്കിയിട്ട് അപ്പുറം പോയി നിൽക്കുന്നുണ്ട്, മറ്റാൾ നോക്കാൻ വെയിറ്റ് ചെയ്ത് അതൊക്കെ ശ്രദ്ധിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ഹായ്, എനിക്ക് നാണായി. സ്പെഷ്യലാണ് സംഭവം. പരിപാടി ഒന്നും കഴിക്കലില്ല. കൂടി അപ്പുറം കിടക്കുന്നുണ്ട്. നല്ല തിരക്കും നല്ല ചൂടായിരുന്നു. രണ്ട് സൈഡിലും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ. ഇവിടെ ഈ ഫുഡ് ഉണ്ടാക്കി ഒരുവിധം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഭക്ഷണം ഇവിടുന്ന് കഴിക്കാനുള്ളവർക്കുള്ള ഈ ഒരു ഈ ഒരു ക്യൂ ആണ്. പിന്നെ കുറെ ആൾക്കാർ അപ്പുറത്തുള്ളവരെല്ലാം എന്താ പറയാ നേരം വൈകുന്നുണ്ട് ഭക്ഷണം റെഡി ആവാൻ. ഇവിടെ കണ്ണ് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളാണ് ഇവർ കൊടുക്കുന്നത്. ഇവിടെ സാധാ ചോറ് ഇതാണ്, അപ്പുറത്ത് ചപ്പാത്തി, ചോറ്. ഇവരൊക്കെ ഇതാ ഉണ്ടാക്കി കഴിഞ്ഞ് നിൽക്കട്ടോ. ഫുഡെല്ലാം ഉണ്ടാക്കി അത് കഴിഞ്ഞ് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നാ തോന്നുന്നു. പിന്നെ മഞ്ജു വാര്യറും അതേപോലെ തന്നെ ചിപ്പിയും ഇവരെല്ലാവരും അമ്പലത്തിന്റെ അകത്താണെന്നാ പറഞ്ഞു കേട്ടോ. അമ്പലത്തിന്റെ അകത്താണെന്ന് പറഞ്ഞു. ഹായ്. അവര് എല്ലാവരും ഫ്രണ്ട് ക്യാമറ ആണെന്നുള്ളതിലാണ്, ബാക്ക് ക്യാമറ ആണെന്നുള്ളതിലാണ് ഹായ് പറഞ്ഞത്. അപ്പൊ ഞാൻ തിരിച്ച് കാണിച്ചാണ്. ഇവിടെ എവിടെയും എന്താ പറയാ ഷോപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയാ ഫോണ് ചാർജ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ഒരു സ്ഥലത്ത് നിന്ന് ചാർജ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഇതിന്റെ ഷോപ്പ് ഉണ്ട്, അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഒരു ഹായ് എന്നെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് വിളിച്ച് ചേച്ചി വീഡിയോ എടുപ്പിച്ചായി.